ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മുടെ ഫ്രീ ക്ലാസ്സിൻ്റെ ലെസൺ 4 ആണ്. ഫ്രീ ഇംഗ്ലീഷ് കാലിഗ്രാഫിയുടെ ലെസൺ 4. അപ്പോൾ ഇന്ന് നമ്മൾ ലെറ്റേഴ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ലെസൺ 4 ആണ് അല്ലേ. അപ്പോൾ ഈ ഒരു ക്ലാസ്സിനെ കുറിച്ചിട്ട് പെട്ടെന്ന് ഞാനൊന്ന് പറഞ്ഞുതരാം. ഇത് നമ്മുടെ ഫ്രീ ക്ലാസ്സാണ്. ബ്രഷ് പെൻ കാലിഗ്രാഫിയുടെ ഫ്രീ കോഴ്സാണ്. ക്ലാസ് നടക്കുന്നത് ഗ്രൂപ്പിലാണ്. ഗ്രൂപ്പിൽ കറക്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു ഫ്രീ ക്ലാസ്സിൻ്റെ ആക്സസ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുള്ള ഒരു ഗ്രൂപ്പ് ലിങ്ക് ഉണ്ട്, അതിലേക്ക് ജോയിൻ ചെയ്യുക കേട്ടോ. അപ്പോൾ കംപ്ലീറ്റ് ക്ലാസ് ഉണ്ടാവുന്നതാണ്. ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതാണ്. സർട്ടിഫിക്കറ്റും ലഭിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്കിന്ന് പഠിക്കാനുള്ളത് ലെറ്റേഴ്സ് ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ ഒരു ലെറ്റേഴ്സ് ഫസ്റ്റ് ഞാൻ എഴുതാൻ പോകുന്നത് ലെറ്റർ എ ആണ്. അപ്പോൾ ലെറ്റർ എ എന്ന് പറഞ്ഞൊരു ലെറ്ററിൽ ഇത്രയും ബേസിക് സ്ട്രോക്സ് ആണ് വരുന്നത്. അതായത് നമുക്ക് സ്റ്റാർട്ടിങ് വരുന്നുണ്ട്, ഓവൽ വരുന്നുണ്ട് അല്ലേ, നമ്മൾ പഠിച്ചിട്ടുള്ള അണ്ടർ ടേൺ, ഓവർ ടേൺ, അങ്ങനെയുള്ള പല ബേസിക് സ്ട്രോക്കുകൾ ചേർന്നിട്ടാണ് എന്താവണത്, ഒരു ലെറ്റർ ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ ഗൈഡ് ലൈൻ ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഗൈഡ് ലൈൻ നിങ്ങൾ കറക്റ്റ് ശ്രദ്ധിക്കുക. 1 to 1 to 1 to 3 പ്രാവശ്യം എഴുതി. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിലുള്ള 1 to ഞാൻ ഇൻറ്റു മാർക്ക് കൊടുത്തിട്ടാണ് എഴുതണത്. അപ്പോൾ ആ ഒരു ഇൻറ്റു മാർക്ക് നിന്നാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, എല്ലാ ലെറ്റേഴ്സും സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ ഓരോ ലെറ്റേഴ്സും ഇതേപോലെ നിങ്ങൾ എന്ത് വേണം, ഈ ഒരു റൂൾസ് പ്രകാരം പ്രാക്ടീസ് ചെയ്യണം. അപ്പം നമ്മൾ എ എഴുതി, ബി എഴുതി, സി എഴുതി. സി എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. ഇനി നെക്സ്റ്റ് നമുക്ക് ഡി എ യൂസ് ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് ഡിയും കൂടെ ഈ ഒരു സെയിം ഇതിലെഴുതാം. അതുപോലെ തന്നെ ഞാനിപ്പോൾ എഴുതുന്നില്ലേ ഈ സ്പേസൊക്കെ വിട്ടിട്ട്, അതുപോലെ നിങ്ങൾ എഴുതേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് സ്ഥലം ഉള്ള രീതിയിലൊക്കെ അവിടെയൊക്കെ ബേസിക് സ്ട്രോക്കും ലെറ്റേഴ്സ് പറ്റിയ ലെറ്റേഴ്സ് തന്നെ പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ലെറ്റർ ഡീന്ന് എഴുതാൻ ഈ 2 ബേസിക് സ്ട്രോക്കാണ് ആവശ്യമുള്ളത്. അപ്പോൾ നമുക്ക് ലെറ്റർ ഡി കംപ്ലീറ്റ് ആക്കിയിട്ട് എഴുതാം. ഒരു ഓവലും ഒരു അസെൻഡിങ് ലൂപ്പുമാണ് വരുന്നത്. ഓക്കെ, ലെറ്റർ ഡി. അപ്പോൾ ഈ 4 ലെറ്റേഴ്സ് നമ്മളിന്ന് പഠിച്ചു. ഈ 4 ലെറ്റേഴ്സും സെയിം റൂളിൽ പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ നെക്സ്റ്റ് ലെറ്റേഴ്സും കൂടെ കാണിക്കേണ്ട, കുറച്ച് നമുക്ക് ആ ഒരു വീഡിയോ ലെങ്ത് അനുസരിച്ച് ചെയ്യുക കേട്ടോ. ലെറ്റർ ഇ ആണ്. ലെറ്റർ ഇ വളരെ സിമ്പിളാണ്. വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഗൈഡ് ലൈന് ഫോളോ ചെയ്തിട്ട് വേണം കേട്ടോ എഴുതാൻ. ഞാൻ ഏത് ലൈനിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, എവിടെയാണ് സ്റ്റോപ്പ് ചെയ്യണത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ പ്രഷർ അപ്ലൈ ചെയ്യുന്നത്, നമ്മൾ പ്രഷർ അപ്ലൈ ചെയ്യുന്നതിൻ്റെ റൂൾ എന്തായിരുന്നു, ഏത് സ്ട്രോക്കാണോ മേലോട്ടേക്ക് പോകണത് അവിടെ പ്രഷറിൻ്റെ ആവശ്യമില്ല, സോഫ്റ്റ് ആയിട്ട് എഴുതുക. ഏത് സ്ട്രോക്കാണോ താഴേക്ക് വരണത് അത് നമുക്ക് പ്രഷർ അപ്ലൈ ചെയ്യണം. നെക്സ്റ്റ് ലെറ്റർ എഫ് ആണ്. ഞാൻ എക്സ് ആയിട്ട് നിന്ന് സ്റ്റാർട്ട് ചെയ്തു, മേലോട്ടേക്ക് പോയി, എന്നിട്ട് താഴോട്ടേക്ക് വന്നു അല്ലേ. എല്ലാ ലൂപ്സും നമ്മളിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. മിഡിലും അസെൻഡിങ്ങും ഡിസെൻഡിങ്ങും എല്ലാം യൂസ് ആക്കുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ എല്ലാവരും പ്രാക്ടീസ് ചെയ്യുക കേട്ടോ, ഇൻഷാ അല്ലാഹ്. അപ്പോൾ എല്ലാവരും ഇതൊന്നും കൂടെ പ്രാക്ടീസ് ചെയ്യുക, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ പേരൊന്ന് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ നെയിമൊന്ന് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. അതുപോലെ നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങൾ, നമ്മുടെ ക്ലാസ്സിനെ കുറിച്ചിട്ടുള്ള ഒപ്പീനിയനും നമ്മുടെ ഗ്രൂപ്പിനെ കുറിച്ചൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടണേ.